ഇന്ധനവില ഉടൻ കൂട്ടുമെന്ന അഭ്യൂഹം ശക്തം. എണ്ണ കമ്പനികൾ സമ്മർദ്ദം തുടരുകയാണ്. കമ്പനികൾ വലിയ നഷ്ടം നേരിടുന്നുവെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വിലവർധനയുടെ സൂചനയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. കേരളത്തിലും ബംഗാളിലും അടക്കം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് പിന്നാലെ പെട്രോൾ വില വർദ്ധിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില $126 കടന്നു. കടുത്ത സാമ്പത്തിക നഷ്ടത്തിലാണ് എണ്ണ കമ്പനികളുള്ളത്. പെട്രോൾ, ഡീസൽ, ഗാർഹിക, LPG, ഏവിയേഷൻ, ടർബൈൻ ഇന്ധനവില കൂട്ടണമെന്ന കേന്ദ്ര സർക്കാരിനുമേൽ അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം കേന്ദ്ര സർക്കാർ പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. ഫെബ്രുവരി 28 ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $73 ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് $126 കടന്നു. പ്രീമിയം പെട്രോൾ, ബൾക്ക് ഡീസൽ, രാജ്യാന്തര ഫ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയ്ക്ക് മാത്രമാണ് രാജ്യത്തെ ഇടക്കാലത്ത് വില വർദ്ധിപ്പിച്ചത്. അതേസമയം രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക, LPG വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം കേന്ദ്രത്തിന് മുന്നിലല്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറയുന്നത്. ഇവ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് എന്നും സുജാത ശർമ്മ പറയുന്നു. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ദൈനംദിന നഷ്ടം 2400 കോടിയാണ്. 1 ലിറ്റർ പെട്രോൾ നൽകുമ്പോൾ 20 രൂപയും ഡീസലിന് 100 രൂപയും നഷ്ടമുള്ളതായി കമ്പനികൾ പറയുന്നു. നിരക്ക് വർദ്ധിപ്പിച്ചാൽ എണ്ണ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് മെച്ചപ്പെടും. പക്ഷേ അത്തരമൊരു നീക്കം പണപ്പെരുപ്പത്തിന് വഴിവെക്കും. ഇത് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കും. LPG വളം സബ്സിഡി ഇനത്തിൽ വലിയ തുക കേന്ദ്രം വകയിരുത്തുന്നുമുണ്ട്. അതേസമയം ഏപ്രിൽ 29 ശേഷം രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയതോടെയാണ് അഭ്യൂഹം ശക്തമായത്. തെരഞ്ഞെടുപ്പ് ആശ്വാസം അവസാനിച്ചു. ഇനി പണപ്പെരുപ്പത്തിന്റെ നാളുകളാണെന്നും ഇനി എല്ലാത്തിനും വില കൂടുമെന്നും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ രാഹുൽ ഗാന്ധി കുറിച്ചിരുന്നു. ഓയിൽ വില കുറഞ്ഞപ്പോൾ മോദി സർക്കാർ ലാഭം നേടി. ഇനി വില വർദ്ധിക്കുമ്പോൾ ഭാരം ജനങ്ങളുടെ തലയിൽ വെക്കും. സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.